മൂകാംബികയിൽ നിന്ന് മുരുടേശ്വരത്തേക്ക് പോയ ഒരു ദിവസമാണ് ഈ വ്ലോഗിൽ കാണിക്കുന്നത്. എല്ലാവരും ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. ആദ്യം തന്നെ ഞങ്ങളൊരു 5:30 ആകുമ്പോൾ എണീച്ചായിരുന്നു കേട്ടോ. 6 മണിയൊക്കെ ആകുമ്പോഴേക്ക് പുറപ്പെട്ട് ഇറങ്ങി. പെട്ടെന്ന് തന്നെ ചായ എല്ലാം കുടിച്ച് അമ്പലത്തിൻ്റെ മുന്നിലൊന്ന് തൊഴുതേരെയാണ് ബസ് കയറിയത്. ബൈന്ദൂരേക്കുള്ള ബസ്സിലാണ് മൂകാംബിക ബസ് സ്റ്റാൻഡിൽ നിന്ന് കയറിയത് കേട്ടോ. ബൈന്ദൂരേക്ക് 50 രൂപയാണ് ഒരാൾക്ക്. കുറച്ച് പോയപ്പോൾ അവിടെ കാടിനുള്ളിൽ ഒരു ക്ഷേത്രമുണ്ട്. അവിടെ നിർത്തിയിട്ട് ബസ്സിനകത്തേക്ക് ഒരാൾ വരും കേട്ടോ. സിന്ദൂരവും പ്രസാദം എല്ലാം കൊണ്ടിട്ട് മിക്കവരും അതിൽ നിന്ന് പ്രസാദം എടുത്ത് തൊട്ടിട്ട് അതിൽ പൈസകൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ബൈന്ദൂരെത്തി കേട്ടോ. ബൈന്ദൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇടത്തോട്ടുള്ള റോഡിന് ഒരു 600 മീറ്റർ നടന്നാൽ നമുക്ക് റെയിൽവേ സ്റ്റേഷനിലെത്താൻ പറ്റിയ. മിക്കവരും ഓട്ടോ പിടിച്ചിട്ടാണ് പോകുന്നത്. കണ്ടോ, ഈ റോഡിനാണ്. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നിട്ടാട്ടോ ഞങ്ങൾ പോയത്. അത്ര ദൂരമേ ഉള്ളൂ. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു ട്രെയിന് കയറിയിട്ട് മുരുടേശ്വരം ഇറങ്ങി. മുരുടേശ്വരം നിന്ന് ഒരു 70 രൂപയുടെ ഓട്ടോ ആണ് മുരുടേശ്വരം അമ്പലത്തിലേക്കുള്ളത്. മുരുടേശ്വരം അമ്പലം എന്ന് പറയുന്നത് 3 വശവും ബീച്ചിനാൽ ചുറ്റപ്പെട്ട അമ്പലമാട്ടോ. ഈ മുന്നിൽ കാണുന്ന ഈ ഗോപുരത്തിന് 20 അടി ഉയരമുണ്ട് കേട്ടോ. ഈ അമ്പലത്തിന് മുന്നിൽ ഇറങ്ങിയതിന് ശേഷം ഈ തൊട്ട് മുന്നിൽ കാണുന്ന ബിൽഡിംഗ് തന്നെ ലഗേജ് കീപ്പിംഗ് ആണ്. അവിടെ ഞങ്ങൾ ലഗേജ് എല്ലാം വെച്ചിട്ട് ഒരു തൊപ്പിയും കൊടയും മാത്രം കേട്ടോ കയ്യിലെടുത്തത്. അങ്ങനെ അമ്പലത്തിലേക്ക് തൊഴാൻ വേണ്ടി പോയേ. ഈ അമ്പലത്തിൻ്റെ ഈ ഗോപുരത്തിനകത്തേക്ക് കടന്നിട്ട് ഇടത്തോട്ടുള്ള വഴിയിലാണ് നമുക്ക് തൊഴാനുള്ള അമ്പലമുള്ളത് കേട്ടോ. ഈ ഗോപുരം കടന്നതിന് ശേഷം ഇടത്തോട്ടേക്ക് പോയാലാണ് നമുക്ക് തൊഴാനുള്ള അമ്പലത്തിലേക്ക് പോവുക കേട്ടോ. അവിടെ കണ്ടോ, ടെമ്പിൾ എന്ന് എഴുതി വെച്ച ഏരോ മാർക്ക് ഇട്ടത്. ആ വഴിക്ക് പോയിട്ടാണ് നമുക്ക് തൊഴാനുള്ള ക്ഷേത്രത്തിലേക്ക് പോകേണ്ടത്. ഉച്ചയ്ക്ക് 12:30 ചോറിൻ്റെ ടോക്കൺ കൊടുക്കുന്നതും അവിടെ നിന്നാണ്. അവിടെ അന്നദാനം ഉണ്ട് കേട്ടോ. ഈ അമ്പലത്തിൻ്റെ അകത്ത് കയറിയിട്ട് വേണം ടോക്കൺ എടുക്കാൻ. പൈസയൊന്നും വേണ്ട. എത്ര പേരാന്ന് പറഞ്ഞു കൊടുത്താൽ മാത്രം മതി കേട്ടോ. അത്രയും ടോക്കൺ അവർ തരേ. അങ്ങനെ അവിടെ നിന്നെല്ലാം തൊഴുതിറങ്ങിയിട്ട് ഞങ്ങൾ പിന്നെ അമ്പലത്തിനകത്ത് ചുറ്റമ്പലത്തിലൂടെ നടന്നു. അവിടെ നന്ദീൻ്റെ, ശിവൻ്റെ, വിഷ്ണുവിൻ്റെ, പാർവതി ദേവീൻ്റെ അങ്ങനെ കുറേ പ്രതിമകളെല്ലാം ഉണ്ട്. കുഞ്ഞു അവിടുന്ന് പിടിച്ചു വെക്കാൻ സമ്മതിക്കാതെ ഓടി അവിടെ വീണ് കരച്ചിലല്ലായിരുന്നേ. ഞങ്ങൾ അവിടെ എത്തുമ്പോഴേക്ക് വെയിൽ തുടങ്ങിയേനു. ഒരു 10 മണിയൊക്കെ ആകുമ്പോഴാണ് ഞങ്ങൾ അവിടെ എത്തിയത്. എന്നാലും നല്ല തണുപ്പാണ്. തൊട്ടപ്പുറത്ത് തന്നെ ബീച്ചാണ്. ഇതിൻ്റെ 3 ഭാഗവും ബീച്ചിനാൽ ചുറ്റപ്പെട്ട അമ്പലമാണിത്. അവിടുത്തെ അമ്പലത്തിൻ്റെ മുകൾ ഭാഗമെല്ലാം കണ്ടോ, എന്ത് ഭംഗിയുള്ള കൊത്തുപണികളാണ് ചെയ്ത് വെച്ചേക്കുന്നത്. അതൊക്കെ കണ്ട് ഫോട്ടോസെല്ലാം എടുത്താൽ ഞങ്ങൾ പിന്നെ ശിവനെ കാണാൻ വേണ്ടിയിട്ട് പോയേ. അവിടെ കൺസ്ട്രക്ഷൻ വർക്കെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. പെയിൻറ്റിങ് എല്ലാം നടക്കുന്നത്. നല്ല കുട്ടിയായി നടന്നാൽ ഐസ്ക്രീം വാങ്ങിത്തരാമെന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞു വലിയ സന്തോഷത്തിൽ ഓടി നടക്കുകയാണേ. 123 അടിയുള്ള ഈ ശിവൻ്റെ പ്രതിമ ലോകത്തിലെ തന്നെ 2ാമത്തെ ഏറ്റവും വലിയ ശിവൻ്റെ പ്രതിമയായിട്ടാണ് അറിയപ്പെടുന്നത്. മൂകാംബിക പോലെ തന്നെ ഇവിടെയും കൂടുതലും മലയാളികളും നോർത്ത് ഇന്ത്യൻസിനെ ആട്ടോ കാണുന്നത്. ഈ പ്രതിമേൻ്റെ ചുറ്റും എങ്ങോട്ട് നോക്കിയാലും ഒരുപാട് ഭംഗിയിൽ അലങ്കരിച്ചിട്ടാണ് ഉള്ളത്. ചെടികളും നല്ല ഗാർഡനുകളും പ്രതിമകളും ഒക്കെ ആയിട്ട്. ഈ പ്രതിമേൻ്റെ വലതുവശത്തായിട്ട് നല്ലൊരു ഗാർഡൻ ഉണ്ട്. ഒരുപാട് ചെടികളെല്ലാം ഉള്ള. നല്ല കാറ്റെല്ലാം വരുമ്പോൾ നല്ല ഭംഗിയുണ്ട് അവിടെ കാണാൻ. അവിടെ ഒരു കുതിരകൾ രഥം വലിക്കുന്ന ഒരു പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അപ്പുറത്ത് ഒരു സൂര്യനുണ്ട്. അങ്ങനെ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇവിടെ ഞങ്ങൾ ഈ അമ്പലത്തിൽ തൊഴുത് അതിന് തൊട്ടപ്പുറത്തൊരു ശനീശ്വരൻ്റെ അമ്പലമുണ്ട്. അവിടെയും തൊഴുത്. അവിടെ നല്ലൊരു ഡിവൈൻ ഫീലിംഗ് ആട്ടോ. നല്ലൊരു നമുക്ക് ഉള്ളിൽ നിന്നൊരു പ്രത്യേക ഫീല് വരും. കുറച്ച് നേരം കാറ്റെല്ലാം കൊണ്ടിരുന്ന് അവിടുന്ന് കുറേ ഫോട്ടോസെല്ലാം എടുത്തിട്ട് ഞങ്ങളിങ്ങനെ ഇരുന്നിട്ടോ. അപ്പോൾ കുഞ്ഞുവിനും അവിടുന്ന് ഒരു ഫ്രണ്ടിനെ കിട്ടിയ കളിക്കാൻ. ഒരു നോർത്ത് ഇന്ത്യൻ ഫ്രണ്ടാണ്. അവളുടെ ഏകദേശം അതേ ഏജുള്ളൊരു കൊച്ചാണ്. ഇവർ തമ്മിൽ ഭയങ്കര ആംഗ്യഭാഷയായിരുന്നു കേട്ടോ കമ്മ്യൂണിക്കേഷന്. അത് കഴിഞ്ഞ് ഇവിടുന്ന് 2 ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ ഈ പ്രതിമേൻ്റെ ഉൾഭാഗത്ത് ഒരു ഗുഹാ പെയിൻറ്റിങ് പോലെ ചെയ്തിട്ടുണ്ട്. അതിൽ ഈ അമ്പലത്തിൻ്റെ ഐതിഹ്യം ആട്ടോ പറയണത്. ദേവന്മാരെ പോലെ മരണമില്ലാത്ത ആളാവാൻ വേണ്ടിയിട്ട്, അമർത്യത കൈവരിക്കാൻ വേണ്ടിയിട്ട് രാവണൻ ശിവനെ കഠിനമായിട്ട് തപസ് ചെയ്യാൻ തുടങ്ങി കേട്ടോ. ശിവൻ്റെ ആത്മലിംഗത്തെ പൂജ ചെയ്യുന്നതുകൊണ്ടാണ് ദേവന്മാർക്കെല്ലാം അമർത്യത കിട്ടിയതെന്ന് അറിഞ്ഞ രാവണൻ ശിവനോട് വരമായി ചോദിച്ചത് ആത്മലിംഗത്തിനെയാണ് കേട്ടോ. അങ്ങനെ ശിവഭഗവാന് രാവണന് ആത്മലിംഗം കൊടുക്കുകയും ലങ്കയിലെത്തി പ്രതിഷ്ഠിക്കുമ്പോൾ മാത്രമേ ഇത് താഴെ വെക്കാവുള്ളൂ, ഭൂമിയിൽ സ്പർശിക്കാവുള്ളൂ എന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു കേട്ടോ. ഈ കാര്യം അറിഞ്ഞ നാരദമുനി പെട്ടെന്ന് തന്നെ ഇത് മഹാവിഷ്ണുവിനെ വിവരം അറിയിച്ചേ. അങ്ങനെ മഹാവിഷ്ണുവിന് ഒരു കാര്യം അറിയാം, രാവണന് വൈകുന്നേരത്തെ പൂജ ഒരിക്കലും മുടക്കില്ല എന്നുള്ളത്. അങ്ങനെ പെട്ടെന്ന് ഒരു സായാഹ്നത്തിൻ്റെ പ്രതീതി ഉണ്ടാക്കിയിട്ട്
രാവണനെ തെറ്റിദ്ധരിപ്പിച്ചു കേട്ടോ. പെട്ടെന്ന് തന്നെ വൈകുന്നേരം ആയത് കണ്ട രാവണന് പൂജ ചെയ്യണമെന്ന് തോന്നിത്തുടങ്ങിയേ. അങ്ങനെ ബാലൻ്റെ രൂപത്തിൽ വന്ന ഗണപതിയുടെ കയ്യിൽ ഈ ശിവലിംഗം കൊടുക്കുകയും രാവണൻ പൂജ ആരംഭിച്ചു. പെട്ടെന്ന് തന്നെ ഗണപതി ശിവലിംഗത്തിനെ നിലത്ത് വെച്ചു. ഈ നിലത്ത് വെച്ചത് കണ്ടപ്പോൾ കോപം പൂണ്ട രാവണൻ ഗണപതിനെ നോക്കുമ്പോൾ ഗണപതി ഓടിക്കളഞ്ഞു കേട്ടോ. അപ്പോൾ ചതി മനസ്സിലായ രാവണൻ ദേഷ്യം കൊണ്ട് ആ ശിവലിംഗത്തിനെ തകർക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ ശിവലിംഗത്തിൻ്റെ ആവരണം ചെന്ന് പതിച്ചാണ് മുരുടേശ്വരം എന്ന് പറയുന്നത്. 12:30 ആയപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തന്നെ പോയി ടോക്കണെല്ലാം വാങ്ങി ഭക്ഷണമെല്ലാം കഴിച്ച് പിന്നെ ഇതാ ഈ ഗോപുരത്തിൻ്റെ മുകളിലേക്ക് കയറിയേ. 12:45 വരെയാണ് ലാസ്റ്റ് ലിഫ്റ്റ് കേട്ടോ മേലോട്ട്. പിന്നെ 3 മണിക്കേ ഉള്ളേ. അങ്ങനെ അവിടുന്ന് ചുറ്റും കണ്ട് പിന്നെ താഴെ ഇറങ്ങി വന്ന് കടകളിലൂടെ എല്ലാം കുറച്ച് നടന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ പെട്ടെന്ന് തന്നെ ഓട്ടോ വിളിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ് ഉണ്ടായത്. അവിടുന്ന് നാട്ടിലേക്ക് തിരിക്കണം കേട്ടോ. ഇന്ന് അധികം സാധനങ്ങളൊന്നും വാങ്ങിയില്ല കേട്ടോ ഞങ്ങൾ ഇവിടുന്ന്.